ഞങ്ങൾ വണ്ടിയിൽ നമ്മൾ ക്യാമ്പിങ്ങിന് വൈൽഡ് ക്യാമ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഏതോ ഫാമിൽ നിന്ന് ഇവിടെ അടുത്തുള്ള ഫാമിൽ No, don't go on the road. No, don't. Ah, you numpties. There we go. Yes, good, good, good. ചാടി പോകുന്നതാ. ഇതുങ്ങളൊക്കെ ഇനി തിരിച്ച് ഇതിന്റെ ഉള്ളിൽ കയറ്റുന്ന ഫാമറിന്റെ പണിയാ. ഇതുപോലെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇടയ്ക്ക്. ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അൺഫോളോഗ്രാഫി. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ. നിറച്ച് ഷീപ്പാണ് ഇവിടെ, ഒരുപാട് ഷീപ്പുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഞാനും ഡാനിയലും വൈൽഡ് ക്യാമ്പിങ്ങിന് പോവാണ്. ഒന്നും മിണ്ടാണ്ടിരിക്കുവോ? ഞങ്ങൾ ഇന്ന് വൈൽഡ് ക്യാമ്പിങ്ങിന് പോവാണ്. അപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഹൈക്കിംഗ് ട്രെയിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഫുൾ ലൊക്കേഷൻ വരെ ഹൈക്ക് ചെയ്യുന്നില്ല. ബട്ട് ദെൻ നമ്മൾ ഇതിൻ്റെ പകുതിക്ക് ഒരു ലെയ്ക്കിൽ ബൈ ദ ലെയ്ക്കാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഐഡിയ വെച്ചേക്കുന്നത്, ഒരു പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ ഒരു 6 കാറ് വേറെ കിടപ്പുണ്ട് ഇവിടുത്തെ കാർ പാർക്കിൽ. അപ്പോൾ വേറെ ആൾക്കാർക്ക് സെയിം നമ്മുടെ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും ഈ ആടുകളുടെയൊക്കെ. നല്ല അടിപൊളി ലൊക്കേഷനാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ വൈൽഡ് ക്യാമ്പിംഗ് വീഡിയോ 1. നമ്മൾ ഇതുവരെ വൈൽഡ് ക്യാമ്പിംഗ് അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല. ഇവൻ ഒരു തവണ എപ്പോഴും പണ്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വൈൽഡായിട്ട് നമ്മൾ ഇതുവരെ ക്യാമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ടുഗെദർ. അപ്പോൾ ഡാനിയിൽ പതുക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്ക് ചെയ്യണം കുറച്ച് ദൂരത്തേക്ക്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആട്ടുമാമാസ്. ആ ഹില്ലിൽ നിറച്ച ആടുകളാണ്. ഇവിടെ ഫുള്ള് നമ്മൾ വരുന്ന വഴി മൊത്തം ആടുകളായിരുന്നു. ഇത് കണ്ടിട്ട് വൈൽഡായിട്ടുള്ളേ തോന്നുന്നത്, കാരണം അവർ ഒരുപാട് രോമം, യൂഷ്വലി ഇവരുടെ വൂളെടുക്കുമല്ലോ. പക്ഷെ ഇതിൻ്റെ ദേഹത്തൊക്കെ നിറച്ച് വൂളാണ്. അങ്ങനെ ആ മലയുടെ മുകളിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് ആടുകൾ. നല്ല സുന്ദരി ആടുകളും ഉണ്ട്, കുഞ്ഞു ലാംസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും കാറുകളുണ്ട്. ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്യണേ? എനിക്കാണെങ്കിൽ തണുക്കുന്നത്. ഞാൻ അത് കാരണം ഹുഡി, പ്രോപ്പർ ഒരു ജമ്പറൊക്കെ എടുത്തിട്ട്. എൻ്റെ കയ്യിലൊരു ചെറിയ ബാക്ക് പാക്ക്, ഒരു ചെറിയ സ്ലിങ്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്. ഡാനിയൽ അവിടെ ഫുള്ളി പാക്ഡാണ്. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട് അവൻ്റെ കയ്യിൽ. ഞാൻ ജസ്റ്റ് അവനൊന്ന് കാണിച്ചു തരാം. അതാണ് അവൻ്റെ കൊലം. അവന് കുറച്ച് വലിയ ബാഗാണ് അവൻ്റെ കയ്യിലുള്ളത്. അത് ഒരെണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. സോ അതിലാണ് മെയിനായിട്ടുള്ള നമ്മളെ ക്യാമ്പിങ്ങിനായിട്ടുള്ള ഐറ്റംസൊക്കെ വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് നടക്കാം. ഞാനിപ്പോൾ വീഡിയോ എടുത്താൽ എനിക്ക് നടക്കാനുള്ള ആരോഗ്യം കുറയും. കാരണം കുറച്ച് നടന്നിട്ട് ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാം. ഈ ചെറുതില്ലേ അമ്മയുടെ കൂടെ കിടക്കണേ, അതാണ് ഒച്ചപ്പാടുണ്ടാക്കി. അമ്മയുടെ കൂടെ പോകണുള്ളൂ. കരഞ്ഞ് ബഹളം വെച്ച് എൻ്റെ മമ്മീനെ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ മമ്മിയുടെ പുറകെയായി പിന്നെ പോകണം. സ്മൈൽ പിക്ചർ. It's nice. Cool. Huh? You look like a proper hiker, camper, whatever. Cool bag. Thanks to Mall. കണ്ട, അത് ഭയങ്കര ബേബി ഷീപ്പാണേ. കാരണം ഈ ഒച്ച മൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ നടക്കുക. ഇനി ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ആ താഴ്വര മൊത്തം, ആ മലയുടെ മണ്ടയ്ക്ക് താഴ്വരയിലൊക്കെ ആടുകളാണ്. എനിവേസ്, നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. എനിക്ക് നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ ഇപ്പോഴേ വിശന്ന് തുടങ്ങി. രാത്രിയൊക്കെ വിശപ്പ് അറവാതിരുന്നാൽ മതി. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓക്കെ, നടന്ന് എൻ്റെ ഫസ്റ്റ് ജാക്കറ്റ് കൂരേണ്ട അവസ്ഥയായിരുന്നു. നല്ല ചൂടെടുത്തു. പിന്നെ ഇത് അണച്ചിട്ട് നിൽക്കാൻ അയ്യാ. ഇതെന്താണെന്നറിയോ, പണ്ട് സാൽമൺ വളർത്തുന്നൊരു സെറ്റപ്പായിരുന്നു ഇവിടുത്തെ പഴയ കാലത്തെ. ഇതാണ് ഈ കാണുന്നത്.
അപ്പോൾ അത് ഉപയോഗിക്കുന്നൊന്നുമില്ല. അവിടെ വെള്ളമൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത് കയറ്റമാണ്. ഇതാണ് വൈൽഡ് ക്യാമ്പിൻ്റെ ഓരോ രസങ്ങൾ. അയ്യോ അമ്മേ. അപ്പോൾ ഇതേ സാൽമൺ വളർത്തുന്ന പരിപാടി ഫുട്പാത്തിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ഡാനിയിൽ അങ്ങ് പോയി. ഞാൻ അങ്ങോട്ട് എത്തട്ടെ കേട്ടോ. കണ്ടോ നമ്മൾ ഫിഷ് ചെയ്യുന്ന പോലത്തെ സെറ്റപ്പ് ഇപ്പോൾ ഒന്നും അവിടെ നടക്കുന്നില്ല. പണ്ടത്തെ സാൽമൺ ഫിഷിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്ഥലമാണ് കുളങ്ങൾ. മേ ബി ഇവിടുത്തെ വല്ല ഫാമറിൻ്റെയും പരിപാടിയായിരുന്നിരിക്കും. എനിവേസ് ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ഇവനെന്താ തിരിച്ചു വരണേ? യുക്കെ ആ Kelsey, I'll try this way. Anyway, അയ്യോ ഇത് ഡോഡ്ജിയാണല്ലോ. I'll try it. കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് വൈൽഡ് ക്യാമ്പിങ്ങിന് പോകേണ്ടത്. നടക്കണം എന്നറിയായിരുന്നു, ഇത്രയും നടക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൻ മര്യാദയ്ക്ക് റോഡിലോട്ട് ഇറങ്ങി. ഇനി ഞാൻ അവിടെ എത്തുമ്പോഴായിരിക്കും എനിക്ക് താഴോട്ട് ഇറങ്ങാനൊരു വഴിയുള്ളത്. നോക്കി നടന്നില്ലേ ആംഗിൾ വിളിക്കും. Right, Dan? Look at that. You can just show that. It's pretty good. എന്ത് ഭംഗിയല്ലേ? Very beautiful, right? ആ കാണുന്ന അങ്ങുള്ള ആ മലനിരകളുടെ അപ്പുറത്ത് ആണ് ഒരു ലേക്ക് ഉള്ളത്. ഒരു തടാകം പോലെയാണ്. അതിൻ്റെ സൈഡ് വരെ എത്തണം. അമ്മേ. റൈറ്റ്. നടന്നു വന്നപ്പോൾ നല്ല സുന്ദരികളായ കുറച്ച് ഡക്സിനെ കണ്ട്. ചെറിയ വാട്ടർ ബോഡിയാ, പക്ഷെ ഇവർ ചില്ല് ചെയ്യുക അവിടെ. ഡാനിയിൽ അങ്ങോട്ട് നടന്നു പോയി. ഞാനും വെച്ച് പിടിക്കട്ടെ. നീ നല്ല വെള്ളം, അതായത് വെള്ളത്തിൽ മഴ പെയ്യണുണ്ടോ? ഇറ്റ്സ് ഗോണ റെയിൻ. ഞങ്ങളുടെ ടെൻറ്റ് അധികം വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, അതൊരു സാധാ ഒരു ടെൻറ്റാണ്. എഫക്റ്റ് കൂട്ടാൻ നമ്മൾ വളരെ മിതമായൊരു ടെൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാത്രി മഴ നനയോ വെള്ളം കയറുമോ എന്നൊക്കെ കണ്ടറിയണം. No, I'm not going in now. നമ്മൾ നടന്നു വന്നപ്പോഴേ ലേക്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു റെസ്ക്യൂ പോലത്തെ ഒരു ഷെൽട്ടർ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം, തീ കത്തിക്കാം, അങ്ങനെയുള്ള സ്പേസ് ഉണ്ട്. ഞാൻ രാവിലെ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ലേക്കുണ്ട്, ഡേഞ്ചർ ഓഫ് ഡ്രൗണിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. Do you see that? Warning sign. And drops. Huh? You should have worn the mic as well. Go on. Wow. We'll aim for over there. But unless we see like a proper nice flat spot, and we're like, okay, we'll stay here. Yeah. But You know what? This is better. I went that way with Luke last time. Oh, did you? So There. that path there, and then I think all the way around there. Yeah. Nice seeing this for once. Huh? Nice seeing this. Oh, you didn't see this last time. Literally, it was fog. I didn't see കഴിഞ്ഞ അവിടെ ഡാൻ ഫ്രണ്ടും കൂടെ ഇവിടെ വന്നപ്പോൾ ഫോഗായിരുന്നു, ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റും. നാളെ രാവിലെ ആകുമ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റാൻ ചാൻസ് കുറവായിരിക്കും, കാരണം ഫോഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അമ്മേ എത്തി. ഇനി എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസ് കണ്ടുപിടിക്കുക, ക്യാമ്പ് ടെൻ്റ് അടിക്കുക, ഒരു ചായയൊക്കെ കുടിക്കുക, കുറച്ച് ഫുഡൊക്കെ കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക, ചില്ലാക്കുക. അതാണ് പ്രോഗ്രാം.
Yeah. സൈലന്റ് ആയി. ആ മലയുടെ മണ്ടയിൽ ഒരാളുണ്ട് കേട്ടോ. അവരവിടെ ക്യാമ്പ് ചെയ്യാണോ എന്ന് തോന്നുന്നു. നമ്മളിവിടെ താഴെ ക്യാമ്പ് ചെയ്യുന്ന അത്ര സേഫ് അല്ല, പക്ഷേ നമ്മൾക്കിന്ന് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്നു നമ്മളിന്നത് അവിടെ ആ സ്ലോപ്പിലെങ്ങാനും ചെയ്യേണ്ടി വരുമെന്ന് തോന്നണേ. അവൻ അവിടെ നോക്കിയാൽ പോണേ, പക്ഷെ അതൊരു സ്ലോപ്പായിട്ട് എനിക്ക് തോന്നണേ. സ്ലോപ്പിൽ ടെൻ്റ് വെക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഡാനിയിൽ പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ക്യാമ്പ് ചെയ്തത്. അവിടെ എത്തി പെട്ടെന്ന് തന്നെ ടെൻ്റ് അടിക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം മഴ എപ്പോൾ പെയ്യും എന്നുള്ള സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടെൻ്റ് കെട്ടി. ഞങ്ങൾ ഇവിടെ വന്ന് ടെൻ്റൊക്കെ സെറ്റാക്കി. ഭയങ്കര കാറ്റും മഴ ഒരുപാടില്ല, ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. നമ്മുടെ സെറ്റപ്പ് ഇതാണ്. സ്ലീപ്പിംഗ് ബാഗൊക്കെ വെച്ചു. നല്ല കാറ്റാണ് ഈ സൈഡിൽ നിന്ന്. ഈ ഡാനിയലിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ ഈ ഭാഗത്തായിട്ടും എൻ്റെ ഇപ്പുറത്തും ഇങ്ങനെയാണ്. ഡു യു ഫീൽ ഇറ്റ് ഗുഡ്? ഞാൻ വ്യൂ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളെ കണ്ടിട്ട് വലിയ കാര്യമൊന്നും, ഞങ്ങളുടെ വ്യൂ എന്താണെന്ന് നിങ്ങളൊന്ന് കാണാം. സോ ഇതാണ് നമ്മുടെ വ്യൂ. അവിടെ മഴ ചാറുന്നേ ഉള്ളൂ, ഒരുപാട് മഴ പെയ്യുന്നു. പക്ഷേ രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉള്ള പോലെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. ടെൻറ്റ് നമ്മളൊന്ന് വെച്ച് റെഡിയാവാനൊന്ന് ഒരു ടൈം എടുത്തു, പക്ഷെ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അവരെ കാണുന്നുണ്ട്. അവർ ടെൻറ്റിൻ്റെ അവിടെ പോയി കാണും. നമ്മൾ കുറച്ച് ഫുഡ് എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കും, കാരണം നല്ലോണം വിശക്കുന്നുണ്ട്. പിന്നെ രാവിലെ വേഗം വെളിച്ചം വരുമല്ലോ. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല വെളിച്ചം വരും ഇപ്പോഴത്തെ വെതർ അനുസരിച്ച്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് ആ വഴി കൂടെ ഹൈക്ക് ചെയ്യാമെന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ രാവിലെ മിക്കവാറും ഇതൊന്നും കാണാൻ പറ്റത്തില്ല. മിക്കവാറും നല്ല ഫോഗായിരിക്കും. വെൽഷ് കേക്ക് ഉണ്ട്, ചായയുണ്ട്, ക്രിസ്പുണ്ട്. എല്ലാം കഴിച്ച് നമ്മളിവിടെ കുറച്ച് നേരം കൂടെ ഇരിക്കും. എന്നിട്ട് ഇരുട്ടാവും. ഇപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് ഇരുട്ടാവാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ ഒരു 6 o'clock ആയ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു 9:30 ആവുമ്പോൾ. No. I got all the Saturday sleep through. Am I driving? I don't mind. No, for my appointment. Yeah, no, yeah. You're driving to that. I'm not going to that, mate. I don't need to go to that, do I? They'll call you. നാളെ കിടന്നുറങ്ങാന്ന് പറയുന്നത്. എനിക്ക് നാളെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നല്ല ചായ. ഡാനിയിലുണ്ടാക്കിയ ചായ. What? Nothing. What are you looking? Just enjoying the surroundings. Getting windy. Yep. Let's hope it's not windy all night. And then you hard cut to 2 a.m. where the whole tent's going. And you and me are just awake going, we love camping. ഇത് ഞങ്ങളുടെ ട്രയൽ ക്യാമ്പിംഗ് ആണ്. വളരെ ചീപ്പായ രീതിയിൽ എങ്ങനെ ക്യാമ്പ് ചെയ്യാമെന്നാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കിയത്. കാരണം നമുക്ക് ഇഷ്ടമുണ്ടാവുമോ എന്നറിയാത്തൊരു സംഭവമായതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. Right, Dan? Yeah. Yeah. He always says right. Because I don't know what you're saying. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു. പിന്നെ ഒരു 10-11 മണിയായപ്പോൾ ഡാനിയിൽ എണീറ്റിരുന്നിട്ട് നമ്മളെ നോക്കി ആരോ ലൈറ്റ് അടിച്ച് കാണിക്കുന്നത് പറഞ്ഞിരിക്കുന്നു, വീഡിയോ എടുക്കുവാണേ. അപ്പം അവിടെ ഒരു ലൈറ്റ് കാണാം, പിന്നെ അപ്പുറത്തെ സൈഡിലും വേറെ ലൈറ്റ് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാരുടെ ഹെഡ് ടോർച്ചാന്ന് മനസ്സിലായി. അത് ഈ 10-11 മണിക്ക് ഈ മലയൊക്കെ കയറി ആര് വരാനാണെന്നാണ് ഞങ്ങൾ ആ സമയത്ത് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതും ഭയങ്കര കാറ്റും ഭയങ്കര മഴയായിരുന്നേ.
അപ്പം ഞങ്ങളോ വട്ടന്മാർ മുഴുവട്ടന്മാർ വേറെ ഉണ്ടെന്ന് നമുക്കന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ കുറേ നേരം ഇത് നോക്കിയിരുന്നു, കാരണം നമ്മുടെ സൈഡിലോട്ടാണോ വരുന്നത് എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സെറ്റ് ടോർച്ച് ലൈറ്റ് മലയുടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അവർ ഈ കാറ്റത്ത് എങ്ങനെ ടെൻറ്റ് സെറ്റാക്കിയെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ രാത്രി അവിടെ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതും ആൾക്കാർ മലയിലോട്ട് വരികയാണെങ്കിൽ ഒരു വെളിച്ചമുള്ളപ്പം വന്നിട്ട് അങ്ങ് പോകലല്ലേ. ഇതിപ്പോൾ വെളിച്ചമൊക്കെ പോയി രാത്രിയായി, കാറ്റ് മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഇവർ കയറി വന്നത്. പിന്നെ അവർ മലയുടെ ആ സൈഡിലോട്ട് കയറിപ്പോയ ആൾക്കാർ നമ്മൾ സൗണ്ട് ഇങ്ങനെ കേൾക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരിൽ ഒരാൾ സ്ലിപ്പായി വീണു. അതൊരു പെണ്ണിൻ്റെ ഒച്ചയായിരുന്നു. അമ്മേന്നെന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഒച്ച കേട്ടു. അപ്പം നമുക്ക് മനസ്സിലായി ഇവർ ക്യാമ്പിങ്ങിന് പോകുന്നതാണ്, മലയിൽ മുകളിൽ പോകുന്നതാണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ പതുക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കി തുടങ്ങി. ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ ആ സമയപ്പോഴേക്കും എൻ്റെ സൈഡിൽ കണ്ടൻസേഷൻ ആയായിരുന്നു. How's your sleep going? No sleep. It's mental crazy night. Do you want to say it in Malayalam? നമ്മളില്ലേ ഉറങ്ങിയിട്ടില്ല. ഈ ടെൻറ്റ് പറന്നു കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? നല്ല കാറ്റ് മഴയാണ് പുറത്ത്. ഞാനൊന്ന് ഉറങ്ങി തുടങ്ങിയപ്പോൾ ഇത് തുടങ്ങിയതാ. ചിലപ്പോൾ ഉറങ്ങിയാണ്, പക്ഷെ എനിക്ക് മുള്ളാൻ മുട്ടുന്നത്. പുറത്തിറങ്ങി മുള്ളാൻ പറ്റില്ല. വേണേ ചെയ്യാം, പക്ഷെ ഭയങ്കര തണുപ്പായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ വലിയ തണുപ്പ് ഇപ്പോൾ തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും ഉറങ്ങാതെ ഇരിക്കുകയാണ് ഇപ്പോൾ. സമയം എണ്ണി ഇപ്പം 2:30 2:13 2:30. ഇനി അത് കഴിഞ്ഞ് വെളിച്ചം വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് നടന്ന് മാക്ടി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചേക്കുക. അത് മാത്രമല്ല, ഇന്നലെ രാത്രി വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നു. ഞാൻ പിന്നെ പറയാം, വെളിച്ചാവട്ടെ. No, I'm just recording the sound of outside. Filming. Come on. ഇതായിരുന്നു ഇന്നലെ രാത്രി മൊത്തമുള്ള അവസ്ഥ. കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു, മഴ അതിൻ്റെ കൂടെ. ഈ സൈഡിലാണ് കണ്ടൻസേഷൻ ഫുള്ള്. ഇവിടെ പുറത്താണ് വെള്ളം, പക്ഷെ നനവ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം, തണുപ്പ്. പക്ഷെ സ്ലീപ്പിംഗ് ബാഗ് നല്ലതായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ഒച്ച കേൾക്കുന്ന കാരണം എല്ലാം കൂടെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന പോലെയായിരുന്നു. അത് കാരണം ഉറങ്ങിയില്ല. നമ്മൾ പതുക്കെ പാക്ക് ചെയ്യാൻ പോവാം. നമ്മൾ തിരിച്ച് മക്ഡൊണാൾഡ്സിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങും. റൈറ്റ് ഡാൻ? Fuck yeah. Sorry, can't swear. ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം നമുക്ക്. പുറത്ത് മഴയാണ്. 2 ആഴ്ച നല്ല അടിപൊളി വെയിലായിരുന്നു. ഹീറ്റ് വേവ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വൈൽഡ് ക്യാമ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഹീറ്റ് വേവ് പോയി. പെരുമഴയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം. ഞാൻ പുറത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഓക്കെ ദെൻ ലെറ്റ്സ് പാക്ക് ഡാൻ. Okay. ബൈ. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ദൂരമുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല മഴയും നല്ല ഫോഗുമാണ്. ഇന്നലെ നമ്മൾ കണ്ട വ്യൂ ഒന്നും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിയൊന്നും ഉറങ്ങിയില്ലായിരുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.
ഞങ്ങൾ പിന്നെ പതുക്കെ കാറിൻ്റെ അവിടെ എത്തി, പതുക്കെ നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല, നിങ്ങൾക്ക് കാണാം. അത്രയും മഴയും കാറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കഷ്ടപ്പാടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ആ ഒരു നൈറ്റ് നല്ലപോലെ എൻജോയ് ചെയ്തു. ഇനിയും ഞങ്ങൾ വൈൽഡ് ക്യാമ്പിങ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. ഇതിവിടെ നിർത്താനല്ല, നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കുറച്ചും കൂടെ ഗിയറപ്പായിട്ട് നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് വൈൽഡ് ക്യാമ്പിങ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം നമുക്ക്.